നിങ്ങൾക്ക് കാണാം നമ്മുടെ കാലിനൊന്നും ഒരു കുഴപ്പമുള്ള കാലുകളല്ല, വളരെ ഹെൽത്തി ആയിട്ടുള്ള കാലാണ്. എന്താ ഇവന്മാർ പണ്ട് മുതലേ നമ്മളെ ഇങ്ങനെ കാലും നമ്മുടെ നടുവും ഒക്കെ റെഡിയാക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മളെ എങ്ങനെയെങ്കിലുമൊക്കെ പല രീതിയിലുള്ള അസുഖങ്ങൾ വരുത്തണമെന്നുള്ള രീതിയിൽ നമ്മുടെ തലയിലോട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം അറിയാം പല രീതിയിൽ ഇപ്പം പല ആൾക്കാരും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പല രീതിയിൽ എങ്ങനെയൊക്കെയാണ് ഇവന്മാർ ഇത് ഈവൻ ഹാർട്ട് അറ്റാക്ക് ഇൻഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം ഈവൻ മൂവീസിൽ ഇപ്പം വരുന്നുണ്ട്. പാപ്പൻ എന്നൊക്കെ പറയുന്ന മൂവീസിൽ അത് പറയുന്നുണ്ട്. അതുപോലെ ഈ പോയിസണസ് ഗ്യാസ് കൊണ്ട് ഇങ്ങനെ കാറിനകത്ത് പോയിസണസ് ഗ്യാസ് ഒരാൾ മരിക്കുന്നതും അങ്ങനെ എല്ലാം ഇവരുടെ ടെക്നോളജികളെല്ലാം പറയുന്നുണ്ട്. ഇവന്മാരടുത്തിരുന്നുകൊണ്ട് ഒരാളിനെ അതിനകത്ത് കൊല്ലുന്നതും അതുപോലെ തന്നെയാണ് ഇവിടെ പല ഇതും ഇവന്മാർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആത്മഹത്യ ചെയ്താണ് മറ്റേതാ മറിച്ചേതാണെന്നെല്ലാം പറയാം. അതുപോലെ ഈ ഇതിനെല്ലാം തെളിവുണ്ട്. സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ എന്താണ് പറഞ്ഞ് കഥയുണ്ടാക്കിയത്, എൻ്റെ പ്രോപ്പർട്ടി ഞാൻ ആർക്കോ എഴുതി വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കിയതും, എന്നിട്ട് എൻ്റെ പ്രമാണം ആ സമയത്ത് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മാവേലിക്കരയായിരുന്നതും ഇവന്മാർക്ക് ഇവിടെ കയറി ഇതൊന്നും കിട്ടിയില്ല. നമ്മളെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോകും. ഒരു ചെറുകുടത്ര ശശി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഗൂണ്ടകളാണ് പിടിച്ചുകൊണ്ട് പോവുകയും ഒക്കെ നമ്മളെ ചെയ്ത് ഇവൻ്റെ വാക്ക് കേട്ടിട്ടാണ് അങ്ങേര് അത് ചെയ്തത്. എന്നിട്ട് നമ്മുടെ DVR വരെ എടുത്തുകൊണ്ട് പോയി. കാരണം ഇവന്മാർ ഇവിടെ കാണിച്ചു കൂട്ടിയ ഇതുപോലുള്ള ആണുങ്ങളെ നമ്മുടെ ഗേറ്റേ വന്ന് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിമിഷം നിൽക്കുന്ന പല ആണുങ്ങൾ വരുന്നതും ഒക്കെ ഇങ്ങനെ പല ഇതിങ്ങനെ നടത്തിക്കൊണ്ടിരുന്നതെല്ലാം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ പിന്നെ എടുക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ DVRോടെ എടുത്തുകൊണ്ട് പോവുകയും ഒക്കെ ഇതെല്ലാം ചെയ്തതാണ് ഈ വീട്ടിൽ. പലതും നമ്മുടെ ഗേറ്റ് സുബ്രഹ്മണ്യൻ വന്ന് എന്തുവാ ഇവന്മാരെയൊക്കെ നിർദ്ദേശപ്രകാരം വെളിയിൽ നിന്ന് കമ്പിയിട്ടിങ്ങനെ അടയ്ക്കുകയും അതിനെല്ലാം നമ്മൾ അന്നേരം പരാതി കൊടുത്ത് ഇവിടെ വില്ലേജ് ഓഫീസറിനെ മുഖ്യമന്ത്രിയുടെ ചീഫ് സെക്രട്ടറി വിടുകയും ഒക്കെ ചെയ്ത സംഭവങ്ങളുണ്ട്. ഇവന്മാർ ഭയങ്കര ഗൂണ്ടായിസം തന്നെ നടത്തുകയാണ്. ഇപ്പോഴും ഈ സുബ്രഹ്മണ്യനും സോമരാജൻ എന്ന് പറയുന്നവന്മാരും എല്ലാം ഇപ്പം അവരുടെ വീട്ടിൽ സദാനന്ദ മന്ദിരത്തിൽ വലിയ ചൈന വൻമതിൽ പോലെ കെട്ടിവെച്ചുകൊണ്ട് അവിടെ ആണുങ്ങളെ നിമിഷം പ്രതി വരുത്തുക. അവരുടെ വീട്ടിൽ ആരോ അവരുടെ വീട്ടിൽ വരുന്നതിനൊന്നും നമുക്ക് പ്രശ്നമില്ല. നമ്മുടെ പേര് പറയുകയാണ്, നമ്മളെ കാണാനാണ് വരുന്നത്. നമ്മുടെ ക്യാമറയെല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇത് കഥകളുണ്ടാക്കുക. നമ്മൾ നമ്മുടെ വീട്ടിലിരിക്കുന്നത് നമ്മുടെ വീട്ടിനകത്ത് നമ്മുടെ ക്യാമറയിലുണ്ട്, സകലത് നമ്മൾ ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മളെ കൊണ്ട് അനാവശ്യ കഥകളുണ്ടാക്കുക വലിയ ശല്യമായിട്ട് മാറിയിരിക്കുകയാണ് ഈ സാമൂഹ്യ വിരുദ്ധർ, ഈ നാർസിസിസ്റ്റിക് സൈക്കോപാത്ത് ക്രിമിനൽസ് ഇതെല്ലാം ചെയ്യുന്നത്. അതുപോലെ ഇവരും തേർഡ് റേറ്റ് ആണെന്ന് കണ്ടറിയും. നമ്മുടെ മുഖത്തോട്ട് തുപ്പുക ഇന്നലെ. അത്രയ്ക്കും പ്രാന്താണ് ഇവന്മാർക്കാണ് ക്രിമിനൽ പ്രാന്താണ് ശരിക്കും തോന്നലും പല രോഗങ്ങളാണ്. അതുപോലെ ഈ എല്ലാവരും നാട്ടുകാർ മുഴുവൻ കേൾക്കുകയാണ് സോമരാജൻ പറയുന്നത് ഞാൻ എന്തോ സിജി സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവനെയൊക്കെ ഭർത്താവാക്കി വെച്ചു എന്നൊക്കെ പറഞ്ഞു കള്ളക്കഥകൾ. അവർക്കെല്ലാം അറിയാം ഇതെല്ലാം കള്ളക്കഥകളാണ്. ഇന്നലെയും വേറൊരാൾ പറഞ്ഞൊരു കള്ളക്കഥ ഉണ്ടാക്കിയ കഥകളല്ല. ഇങ്ങനെ കള്ളക്കഥകൾ ഉണ്ടാക്കാൻ വേണ്ടി കുറേ എണ്ണം ഇങ്ങനെ അങ്ങ് നടക്കുകയാണ്. വലിയ ശല്യമായിട്ട് മാറിയിരിക്കും.